കാര്യം ഓർമ്മയിലിരിക്കട്ടെ അബി. ഇനി ഇങ്ങനത്തെ തെറ്റ് സംഭവിക്കരുത്. സോറി അബി, ഏട്ടൻ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കരുത്. കാവ്യയുടെ കല്യാണം നടക്കുന്നെങ്കിൽ അതിന് കാരണം നീയാണ്. ഏട്ടൻ പറഞ്ഞതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അയ്യോ എടുത്തി, അതൊന്നും സാരമില്ല. എനിക്കൊരു വിഷമവുമില്ല. ഏട്ടൻ വീണ്ടും വീണ്ടും അവർക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്. ഞാൻ എത്ര പറഞ്ഞാലും അനുസരിക്കില്ല. ഏട്ടനെ അവരെല്ലാരും കൂടി മാറ്റിയെടുത്തിരിക്കുക. ഏട്ടന്റെ മനസ്സിനൊരു ഉറപ്പില്ലാതെ നിൽക്കുക. ഇഷ്ടത്തിന് മാറിക്കൊണ്ടേയിരിക്കുന്നു. കാവ്യയുടെ കല്യാണത്തെക്കുറിച്ച് ഓർത്ത് ഭാസ്കരേട്ടനോട് വെറുതെ പേടിക്കണ്ടെന്ന് പറയൂ ചേച്ചി. അബിയുള്ളപ്പോ പേടിക്കുന്ന എന്തിനാ വസു? അവരെ കൊണ്ട് കാവ്യയുടെ കല്യാണം നിശ്ചയിക്കാൻ പോലും പറ്റിയില്ല. അബി കാരണമാണ് ആ ബന്ധം നിശ്ചയിച്ചത്. നാളെ അബി കാരണം മാത്രമേ ഈ കല്യാണം നടക്കൂ. ഏട്ടനെ ഓർത്ത് ഏട്ടതി വിഷമിക്കണ്ട. കാവ്യയുടെ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ഏട്ടനിപ്പോ വളരെ സന്തോഷത്തില. ആ വീട്ടിൽ കാവ്യ വളരെ ഹാപ്പി ആയിരിക്കും. ഇതെല്ലാം നീ ചെയ്ത പുണ്യമാണ് അബി. ഞങ്ങൾ നിന്നോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. നമുക്കിടയിൽ ഈ നന്ദിവാക്ക് പറച്ചിലൊക്കെ എന്തിനാ ചേച്ചി? കാവ്യ എനിക്ക് മകളെ പോലെയല്ലേ. കാവ്യയെക്കുറിച്ച് അവരങ്ങനെ പറഞ്ഞതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി. നിങ്ങൾ സന്തോഷിക്കുന്നു. പക്ഷെ ഏട്ടനും അഖിലും കാർത്തികയും നിങ്ങളെ വല്ലാതെ സംശയിക്കുകയാണ്. സുമംഗലി ഇളയമ്മയാണെങ്കിൽ ഒരു തീയിൽ എണ്ണ ഒഴിക്കുക. ഈ വയലിന്റെ പ്രശ്നമൊക്കെ എന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. എല്ലാം ശരിയാവും ഏട്ടത്തി. ഏട്ടത്തി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഏട്ടന്റെ കാര്യങ്ങള് ഞാൻ നോക്കിക്കോളാം. അമ്മേ, അമ്മ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അകത്തേക്ക് വെച്ചോളൂ. ശരി അമ്മേ. ഇതെന്താ അമ്മേ? വേറെ എന്താടി, നമ്മൾ ഒരുപാട് നാളിന് ശേഷല്ലേ ഇവിടെ വന്നിരിക്കുന്നേ. നിന്റെ അമ്മ നമുക്ക് വേണ്ടി പലഹാരങ്ങൾ ഉണ്ടാക്കുക. പലഹാരമൊന്നും അല്ല ഏട്ടത്തി. വയലിലെ ചെടികൾക്ക് പുതിയ കലത്തിൽ പൊങ്കലുണ്ടാക്കി നിവേദ്യമർപ്പിച്ച് ദൈവങ്ങൾക്ക് പൂജ ചെയ്യണം. നോൺസെൻസ്. ചെടികളെയും മരങ്ങളെയും നമ്മൾ എന്തിനു പൂജിക്കണം? ഇത് നമ്മുടെ ആചാരാടി. പണ്ട് തൊട്ടേ ഈ കുടുംബം ഈ പൂജകളൊക്കെ ചെയ്താ വരുന്നത്. ഈയിടെയായിട്ട് നമ്മൾ ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ടാ ഈ വീട്ടിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പരിഹാരമായി ഈ പ്രാവശ്യം എന്റെ 3 മരുമക്കളും നിവേദ്യമർപ്പിക്കണം. സോറി അമ്മേ. അമ്മയ്ക്കുള്ളത് 2 മരുമക്കളാണ്, ഞാനും ഭാവനയേട്ടത്തിയും. 3ാമത്തെ മരുമകൾ എവിടുന്ന് വന്നു? എനിക്ക് 3 ആൺമക്കളും 3 മരുമക്കളോ ഉള്ളത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ അമ്മയുടെ മക്കളെന്ന് പറഞ്ഞതിന് ശേഷവും അമ്മ എന്തിനാ വളർത്തുമകനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അതേ എടുത്തി, ഭാസ്കറും അഖിലും എടുത്തിയുടെ സ്വന്തം മക്കളാ. അബി വളർത്തു മകനല്ലേ, എങ്ങനെയാ സ്വന്തം മകനാവുന്നേ? വസു എങ്ങനെയാ സ്വന്തം മരുമകൾ? എങ്ങനെ സ്ഥാപിക്കാനാ? എന്നാ അവരെ കൊണ്ട് പൂജ നടത്തിയാൽ മതി. കാർത്തിക എന്തിനാ?
നമ്മളെന്തിനു പിൻവാങ്ങണം? നീ ഈ വീടിന്റെ അവകാശിയാണ്. ഈ വീടിന്റെ പാരമ്പര്യ പൂജകളെല്ലാം ഈ വീടിന്റെ മരുമകളായ ഞാൻ ചെയ്യും. ആ കലത്തിൽ ഞാൻ പൊങ്കാലയിടും. അങ്ങനെ നോക്കിയാ ഭാവനയാ ഈ വീട്ടിലെ മൂത്ത മരുമകള്. അത് മാത്രമല്ല, ഉടനെ ഞങ്ങളുടെ മോളുടെ കല്യാണം നടക്കാൻ പോവാണ്. അപ്പൊ ഭാവനയായിരിക്കും ഈ വീട്ടിലെ പൂജ ചെയ്യുക. ഈ വീട്ടിൽ നിന്ന് ഒരു കലം മാത്രമേ പുറത്തു പോകാവൂ. കുടുംബത്തിൽ എത്ര പേരുണ്ടായാലും കലം ഒന്നു മാത്ര, 2 കലങ്ങൾ വേണ്ട. ആ കലം എന്റേത് മാത്രമായിരിക്കും. ഇത്തവണ പൂജ ചെയ്യുന്നത് ഭാവനയെന്ന് ഞാൻ പറഞ്ഞില്ലേ കാർത്തികേ? നമ്മൾ തമ്മിൽ എന്തിനാ ഏട്ടാ ഒരു മത്സരം? എങ്കിൽ നീ മത്സരത്തിൽ നിന്ന് പിന്മാറാകിൽ നിന്റെ ഏട്ടനോട് നീ എന്തിനാ മത്സരിക്കുന്നേ? സോറി ഏട്ടത്തി, എനിക്കിതീന്ന് പിൻവാങ്ങാനാവില്ല. എന്റെ കലമായിരിക്കും ഈ വീട്ടിൽ നിന്ന് പോകുന്നത്. ഞങ്ങളുടെ കലവും പോവും. എന്തെടുത്തി ഇവര് 2 കലന്ന് പറയുന്നേ? 2 അല്ല, 3 കലങ്ങളുണ്ട്. മൂന്നാമത്തെ കല ആരുടേതാ? വസുവിൻ്റെത്. വേണ്ട അമ്മേ, വസുന്ധര കല എടുക്കുന്നില്ല. ചെയ്തേ പറ്റൂ അബി. എന്തായാലും 2 കലങ്ങളുള്ളപ്പോ 3ാമതൊരെണ്ണം കൂടി ആയാൽ എന്താ തെറ്റ്? നാട്ടില് നമ്മുടെ മാനം പോവില്ലേ എടുത്തി? എല്ലാരും എന്ത് വിചാരിക്കും? നമ്മൾ പിരിഞ്ഞെന്ന് വിചാരിക്കില്ലേ? അത് നമുക്കൊരു അപമാനമല്ലേ? പാടം വിൽക്കുന്നത് എന്താ അപമാനമല്ലേ ഏട്ടത്തി? അപ്പോ നഷ്ടപ്പെടുന്ന മാനം ഇപ്പോഴേ നഷ്ടപ്പെടട്ടെ. അഭിമാനം എന്തിനാ നഷ്ടപ്പെടുത്തുന്ന അമ്മ? ഞാൻ പൊങ്കാല ഇടുന്നില്ല. വേറെ വഴിയില്ല വസു. പണ്ട് മുതലേ ഇവിടെയുള്ള നാട്ടുകാർക്ക് ഈ കുടുംബത്തില് 3 മക്കളുണ്ടെന്ന കാര്യം അറിയാം. 3 പേരും ഒരുമിച്ചാണെന്നും അറിയാം. പക്ഷെ ശരിക്കുമുള്ള സത്യം ആർക്കും അറിയില്ല. സത്യം എന്താണെന്ന് എന്നായാലും അവരറിയണമല്ലോ. നാളെ തന്നെ അറിയട്ടെ. ഈ വീട്ടിൽ നിന്നും 3 കലങ്ങൾ പോകണം. ഈ കാര്യം ഏട്ടൻ അറിഞ്ഞ ഒരുപാട് വിഷമിക്കെടുത്തി. എന്റെ ഏട്ടനറിയാതെ ഞാൻ ഒന്നും ചെയ്യില്ല ഏട്ടത്തി. ഇതിന് അച്ഛൻ സമ്മതിക്കും അമ്മേ? അച്ഛൻ സമ്മതിച്ചില്ലെന്നും പറഞ്ഞ് കാർത്തിക കലമെടുക്കാതിരിക്കില്ലല്ലോ. നീ ആ സ്ഥലം വിൽക്കാതെ ഇരിക്കില്ലല്ലോ. അത് പറ്റില്ല ഏട്ടത്തി. ഞാൻ ആ കലം കൊണ്ടുപോവാ. അഖിൽ മത്സരത്തിൽ ജയിക്കും. ഞങ്ങൾ വയൽ സ്വന്തമാക്കും. വാ അഖിൽ. കാവ്യയുടെ കല്യാണത്തിന് ഒരു തടസ്സവും ഉണ്ടാവാൻ പാടില്ലമ്മേ. അതുകൊണ്ട് ഭാവന പൊങ്കാലയിടും. ഈ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. വാ ഭാവനെ. ഈ വീട്ടിൽ എന്ത് പ്രശ്നം നടക്കാതിരിക്കാൻ വേണ്ടിയാണ് കല എടുക്കാന്ന് വിചാരിച്ചോ? ഇപ്പൊ ആ കലം കൊണ്ട് തന്നെ വലിയൊരു പ്രശ്നം ഉണ്ടായിരിക്കും എടുത്തി. ഈ പ്രശ്നം എവിടെ ചെന്ന് അവസാനിക്കോ എന്തോ. എന്താണെങ്കിലും തയ്യാറായിട്ടിരിക്കും. അമ്മയോട് ഏട്ടൻ എന്താ പറയാൻ പറ്റില്ലേ? ഈ പിടിവാശിയൊക്കെ എന്തിനാ ഏട്ടാ? പിടിവാശി അല്ല വസു, ഇത് വർഷാവർഷങ്ങളായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പൂജയാണ്. പക്ഷെ വീട്ടിൽ നിന്ന് ഒരു കലം മാത്രമേ പോകാവൂ.
എന്നാൽ ഇപ്രാവശ്യം ഏട്ടനും അഖിലും മത്സരിക്കുകയാണ്. അതുകൊണ്ടാണ് അമ്മ വാശി പിടിക്കുന്നത്. അച്ഛന്റെ വാക്കിനും അമ്മയുടെ പിടിവാശിക്ക് മുന്നിൽ നമുക്ക് വേറെ വഴിയില്ല. എന്തെല്ലാം അപമാനം നേരിടേണ്ടി വന്നാലും സഹിച്ചേ പറ്റൂ. ഇനി അതിരുവിട്ട് പെരുമാറുകയാണെങ്കിൽ നമുക്കൊരു കൈ നോക്കിക്കളെ. എന്തിനും നീ തയ്യാറായിരിക്കണം. അമ്പോ സാർ, ആരടാ നീ? എന്റെ സാറിന് വോട്ടിട്ടെന്ന് കരുതി ഡയറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് വരികയാണോ? ഓഫീസിൽ പോയി അപ്പോയിന്റ്മെന്റ് ആപ്ലിക്കേഷൻ കൊടുക്ക്. സാറ് ഫ്രീ ആയിരിക്കുമ്പോ നിന്നെ കണ്ടോളും. പിയെ, അവൻ വോട്ടർ അല്ലടോ, പുതിയതായി വന്ന ജോലിക്കാരനാ. വോട്ട് ചെയ്ത വോട്ടർ വീട്ടിലേക്ക് വന്ന് ചോദ്യം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഈ നാട് ഇനിയും ഡെവലപ്പ് ആയില്ലടോ. സാറ് പറഞ്ഞല്ലോ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. വീടിന് പുറത്ത് വെച്ചിട്ടുണ്ട്. ശരി, നീ പോയിക്കോ. ഡോ പിയെ, ഇയാൾക്ക് ഒരു 5000 രൂപ കൊടുത്തു വിട്ടേക്ക്. സാർ കാശ് കൊടുക്കുന്നോ? വോട്ടേഴ്സിന് കൊടുക്കുന്നില്ലേടോ, ഇതും അതുപോലെ തന്നെ. ശരി സാർ. ആടോ, ഇതാ പിടിക്ക്. ഇത് ശരി സാർ. പിയെ, അവൻ എന്താ കൊണ്ടുവന്നെന്ന് നോക്കാം. വാ. വരണം സാർ. എന്തൊരു നാറ്റോ. എന്താ സാർ ഇത്ര വൃത്തികെട്ട ഗന്ധം വരുന്നത്? അവനോട് എന്തെടുത്തിട്ട് വേണം സാറ് പറഞ്ഞത്? അവൻ വല്ല അഴുകി പോണ ശവം വല്ല എടുത്തോണ്ട് വച്ചിരിക്കുകയാണോ? ഇത് പണമൊന്നും അല്ലടോ പിയെ, സഞ്ജീവനി. വയലിൽ അടിക്കുന്ന മരുന്നാ. ഇത്രയും വിഷമുള്ള മരുന്നടിച്ചാല് പുഴുവല്ല ചാകുന്നത് സാർ, നെല്ല് തന്നെ നശിച്ചു പോകും. ഇല്ല പിയെ, ഇത് ഞാൻ അഗ്രികൾച്ചറൽ ഓഫീസറിനോട് ചോദിച്ചു വരുത്തിയതാ. ഈ മരുന്നടിച്ചാൽ ഒന്നിന്റെ സ്ഥാനത്ത് 10 എണ്ണം കായ്ക്കും. ഈ വിഷത്തിൽ വളരുന്ന ധാന്യങ്ങള് കഴിക്കാൻ കൊള്ളാമോ സാർ? അത് നമ്മൾ എന്തിനാണോ അറിയുന്നേ? മത്സരപ്രകാരം ആ അഭിയുടെ വയലിനേക്കാൾ കൂടുതൽ വിളവ് അഖിലിന്റെ വയലിലായിരിക്കണം. എങ്കിലേ ആ വയൽ മുഴുവനും നമുക്ക് സ്വന്തമാകുകയുള്ളൂ. പിന്നെ അത് നമ്മുടെ പാർട്ടിക്ക് കൊടുക്കാം. സ്ഥലത്തിന് വേണ്ടിയും മത്സരത്തിന് വേണ്ടിയും മനുഷ്യരുടെ ജീവൻ വെച്ച് എന്തിനാ സാറേ കളിക്കുന്നത്? ഈ വിഷമരുന്നിൽ വളരുന്ന ധാന്യങ്ങളെ കൊണ്ട് മനുഷ്യർക്ക് ആപത്ത് സംഭവിച്ച നോക്ക് പിയെ, ഞാൻ പറയുന്നത് ചെയ്യുന്നതാണ് നിന്റെ ജോലി. ഇതാരോടെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, വയലിലടിക്കുന്ന മരുന്ന് നിന്റെ വായിലടിക്കും ഞാൻ. ഒരക്ഷരം മിണ്ടാതെ ഈ മരുന്ന് പെട്ടെന്ന് അഖിലിന്റെ വീട്ടിലെത്തിക്ക്. എന്നിട്ട് വേഗം തന്നെ വിളയ്ക്ക് അടിക്കാൻ പറയൂ. ശരി സാർ.
പതിവിലും വിപരീതമായി ഈ വീട്ടിൽ നിന്നും 3 കലങ്ങളാ പോകുന്നത് എടുത്തി. ഈ ഗ്രാമത്തിൽ എത്രയോ വീടുകൾ കയറേണ്ടതാ. എത്ര കണ്ണുകൾ നമ്മളെ കാണും, എത്ര പേര് കമന്റ് പറയും. അവരോടൊക്കെ എന്തു പറയെടുത്തി? എല്ലാവരോടും ഞാൻ തന്നെ പറഞ്ഞോളാം. ആ, ഒന്നുകൂടി നന്നായിട്ട് ആലോചിക്കെടുത്തി. ഇത്തവണ കാർത്തിക മാത്രം കലം കൊണ്ട് പോട്ടെ, ഭാവനയും വസും അടുത്ത തവണ പോട്ടെ. ഏട്ടത്തി തന്നെ കാർത്തികയോട് പറഞ്ഞോളൂ. ആര് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ പോകുന്നില്ല. വാ അഖിൽ. അമ്മേ, വേണമെങ്കിൽ ഞങ്ങള് വരാതിരിക്കാം. അതിന്റെ ആവശ്യമില്ല വസു. അമ്മയും അച്ഛനും ഗ്രാമത്തിലുള്ളവരോട് മറുപടി പറയേണ്ടി വരും. ഓരോരുത്തർ ഓരോ അടുപ്പ് വെച്ചപ്പോഴേ പ്രത്യേക നിവേദ്യങ്ങളായി കഴിഞ്ഞു വസു. ഇനിയിപ്പോ കുടുംബം പിരിഞ്ഞൊന്ന് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മേ, അമ്മ ആരോടൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാം ഞാൻ നോക്കിക്കോളാം. അമ്മ ഞങ്ങളോട് വന്നാൽ മാത്രം മതി. അതെങ്ങനെ ശരിയാകുന്ന അബി? ഞാനാ ഈ വീട്ടിലെ മൂത്ത മകൻ. അമ്മ ഞങ്ങളോടല്ലേ വരേണ്ടത്? ഞാൻ അബിയുടെയും വസുവിന്റെയും കൂടെ വരികയുള്ളൂ ഭാസ്കർ. വേണ്ട അമ്മേ, ഏട്ടൻ പറഞ്ഞതാ കറക്റ്റ്. അമ്മ ഏട്ടൻ്റെ കൂടെ പോയാൽ മതി. അതെ അമ്മേ, അമ്മ ചേച്ചിയോടൊപ്പം വന്നാലും ഞങ്ങളുടെ കൂടെ വന്നാലും ഒരുപോലെ തന്നെയാ. അമ്മ പൊയ്ക്കോ. ആ അഖിലാണെങ്കിൽ കാർത്തികയും കൂട്ടിക്കൊണ്ടങ്ങ് പോയി. ഭാസ്കറും ഭാവനയും ഏട്ടത്തെയും കൂട്ടിക്കൊണ്ടു പോയി. അബിയും വസും കൂടി ഒരുമിച്ച് പോയി. ഇനി ഞാൻ ആരുടെ കൂടെ പോകും? എനിക്കൊരു 2ാം കല്യാണം നടന്നിരുന്നെങ്കിൽ, എനിക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോവായിരുന്നു. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ, വീടുള്ളവന് ഒരു വീട് മാത്രമേ ഉള്ളൂ. പിച്ചെടുക്കുന്നവന് ഒരുപാട് വീട്ടിൽ കയറാം. ഞാനെന്തിനാ ഇവരുടെ കൂടെ പോകുന്നേ? എന്റെ കയ്യില് കലമില്ലെങ്കിലും നാട്ടിലുള്ള കലമല്ല എന്റേതാ. എന്നെ ആര് തടയാനാ? ആ, എന്താ ജയന്തി, എപ്പോഴും ഒരു കലായിട്ടല്ലേ വരാറ്?
ഇപ്പൊ എന്താ 3 കലായിട്ട് വരുന്നേ? മൂന്ന് മരുമക്കൾ ഉള്ളപ്പോ 3 കലവും ഉണ്ടാവും. നിങ്ങൾക്കെന്താ?